ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഓരോരുത്തരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സ്വന്തം മക്കൾക്ക് അസുഖങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു അസുഖമായി ബാധിച്ച ഒരു കുട്ടിയുടെ ഒരു കാര്യത്തിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നത്. അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബിൽപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടീൻ്റെ ഒരു മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് പെട്ടെന്ന് എനിക്ക് കാണാനായിട്ട്, ആ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ പിതാവ് എനിക്ക് അയച്ചൊരു ഓഡിയോ ക്ലിപ്പും ആ കുട്ടീൻ്റെ ചില ഫോട്ടോസുകളുമാണ് എനിക്ക് അയച്ചത്. സ്വാഭാവികമായിട്ടും അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തു. അത് ജെന്യൂൻ കേസാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു രക്ഷിതാവ് സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു യാചനയുടെ രൂപത്തിൽ നമ്മളെ മുമ്പിൽ ഈ ഒരു അഭ്യർത്ഥനയുമായി വരുമ്പോൾ എത്രത്തോളം മാനസികമായി പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് യാചിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഈ അസുഖങ്ങൾ കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു വേദനയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു പ്രയാസങ്ങൾ ആ കുടുംബത്തിനുണ്ടാവും. അപ്പോൾ ഒരു ദേവിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ദേവിക എന്ന് പറഞ്ഞ കുട്ടിക്ക് 23 വയസ്സാണ്. തന്നെ ഒരു 3 വയസ്സിൽ തന്നെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓപ്പറേഷനും മറ്റും നടന്ന് ഏകദേശം 7 വയസ്സ് വരെ ആ കുട്ടി സുഖം പ്രാപിക്കുകയും അതിനുശേഷം പഴയ അസുഖത്തിലേക്ക് വരികയും ചെയ്ത കഥ ആ കുട്ടീൻ്റെ പിതാവ് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന ഓഡിയോസ് ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും എല്ലാവരും സഹിച്ചാൽ എന്തെങ്കിലും ആ കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം ഈ വീഡിയോ ത്രൂ നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കുട്ടിയുടെ അമ്മ ഇതുപോലെ കിഡ്നി ഫെയിലറായി മരണമടഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ ആ കുട്ടീൻ്റെ 2 കിഡ്നിയും കൂടി ഇപ്പോൾ ഫെയിലറായിട്ട് വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് എറണാകുളം. ഓരോരുത്തരും മാക്സിമം നിങ്ങൾക്ക് കഴിയാവുന്ന തുക, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ സഹായിച്ച ആ കുടുംബത്തെ ഒന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് പടച്ചവൻ്റെ അടുത്ത് എന്തായാലും തീർച്ചയായും അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി സപ്പോർട്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുട്ടീൻ്റെ അച്ഛൻ്റെ വോയിസിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ദേവികയുടെ ഫാദറാണ്. എൻ്റെ മകൾ 2000 ഒക്ടോബർ മാസത്തിലാണ് ജനിച്ചത്. 8ാം മാസത്തിൽ സ്പൈനൽ ബൈഫഡ അസുഖം മൂലം അമൃത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. സർജറി കഴിഞ്ഞു. അതിനുശേഷം 3.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ നടക്കുകയും അതിനുശേഷം പഴയ അവസ്ഥയിലേക്ക് ആവുകയും ചെയ്തു. ഇപ്പോൾ ബികോം കഴിഞ്ഞിട്ട് സെൻറ് തെരേസയിൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഇയർ കോഴ്സ്. 2 മാസമായി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ദേവികയുടെ മദർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻ്റാണ്. കഴിഞ്ഞ 2023 മാർച്ച് 19 മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്ന് അസുഖം മൂലം മരണമടഞ്ഞു. ഇപ്പോൾ ദേവിക ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കിഡ്നിയും ഫെയിലറായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ബുദ്ധിമുട്ടായി, ശ്വാസം മുട്ടലും ഇതെല്ലാം കൂടിയതുകൊണ്ട് 1 മാസമായിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് മെഡിക്കൽ ട്രസ്റ്റിൽ കഴിയുന്നത്. ഓക്സിജൻ്റെ ലെവൽ കുറയുകയും ഷുഗർ കുറയുകയും പ്രഷർ കുറയുകയും പൾസ് മുതലായ അസുഖങ്ങളൊക്കെ മൂലം മാറി മാറി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇന്ന് JMIC മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്ററിൻ്റെ
സഹായത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ 5 ലക്ഷം രൂപ എടുക്കുകയായി. എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞാൻ റിട്ടയർ ചെയ്തൊരു എംപ്ലോയിയാണ്. എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് സന്മനസ്സുള്ളവരോട് അപേക്ഷിക്കുന്നു. ദേവിയുടെ പിതാവിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആ കുട്ടീൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പരമാവധി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്ന 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക. അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ മൊബൈൽ നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.